നമസ്കാരം. മാനസിക നില തെറ്റിയ ട്രംപിന് ചികിത്സ നൽകി ഇറാൻ. ഇനിയും യുദ്ധം ചെയ്താൽ ട്രംപിനെ ഇറാൻ തീർക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുവാനുള്ള സമാധാന ചർച്ചകൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്ന് മാറുന്ന ഒരു സ്വഭാവം, ഈ അപ്രവചനീയമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്വഭാവ രീതികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. ട്രംപിന്റെ മാനസികാവസ്ഥ കൃത്യമായിട്ട് വിലയിരുത്തുവാനും അദ്ദേഹം അയക്കുന്ന സന്ദേശങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി തിരിച്ചു മറുപടി അയക്കാനും തയ്യാറാക്കാനുമായിട്ട് രണ്ട് മുതിർന്ന സൈക്കോളജിസ്റ്റുകളെയാണ് ഇറാൻ നിയോഗിച്ചത് എന്നുള്ളത് ഡ്രോപ്പ് സൈറ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ട്രംപിന്റെ എടുത്തുചാട്ടമുള്ള പെരുമാറ്റത്തെയും ദേഷ്യത്തെയും മറികടക്കാനാണ് ഇറാൻ ഈ വഴി സ്വീകരിച്ചത് എന്നും ട്രംപിന്റെ പെരുമാറ്റ രീതികൾ മുൻകൂട്ടി കണ്ട് സന്ദേശങ്ങൾ തയ്യാറാക്കാനാണ് ചർച്ചകൾ നടത്തുന്ന ഉപദേശക സമിതിയിലേക്ക് ഈ സൈക്കോളജിസ്റ്റുകളെ ഉൾപ്പെടുത്തിയത് എന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയപ്പോഴാണ് ഈ വിദഗ്ധരുടെ സഹായം ഇറാൻ തേടുന്നത്. യുദ്ധം അവസാനിക്കുന്നതിനുള്ള കരാർ നിബന്ധനകൾ കൈമാറാൻ തുടങ്ങിയതോടെ ഇവരുടെ പങ്ക് നിർണായകമായിട്ട് ഈ സൈക്കോളജിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം കത്തുകളും സന്ദേശങ്ങളും ഒക്കെ തയ്യാറാക്കാൻ തുടങ്ങിയതോടെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നല്ല മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇറാൻ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാവിയിൽ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന രേഖകളായതുകൊണ്ട് തന്നെ ഏറെ തന്ത്രപരമായിട്ടുള്ള ആയിട്ട് തന്നെയാണ് ഇറാൻ ഈ ചർച്ചകളെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ പ്രായമാകും തോറും ട്രംപിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് ഭൂരിഭാഗം അമേരിക്കക്കാരും തന്നെ വിശ്വസിക്കുന്നതായിട്ട് അടുത്തിടെ പുറത്തുനിന്ന റോയിട്ടേഴ്സ് സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 61% പേരും 80 വയസ്സുകാരനായ ട്രംപിന്റെ പെരുമാറ്റം അസ്ഥിരമാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ഉൾപ്പെടുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഇതിനോട് പ്രതികരിക്കുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള സമയത്ത് പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ട്രംപ്. 2025 ജനുവരിയിൽ അധികാരമേറ്റ ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് വൻ നികുതി ചുമത്തുവാനും കുടിയേറ്റക്കാരെ അടിച്ചമർത്തുവാൻ പല കടുത്ത നടപടികൾ സ്വീകരിക്കുവാനും ട്രംപ് മടിച്ചില്ല. പലരും ജയസാധ്യത കൽപ്പിക്കാതിരുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടതും ട്രംപ് തന്നെയായിരുന്നു. എന്നാൽ 4 മാസം കൊണ്ട് ചർച്ചകൾക്കൊടുവിൽ US-ഉം ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുവാനാണ് താൽക്കാലിക ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്നാണ്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡ് വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവെക്കും എന്നാണ് അറിയുന്നത്. ഇറാൻ മുഖ്യ ചർച്ചക്കാരൻ മുഹമ്മദ് ബാഗർ ഖാലിബാഫും US പ്രതിനിധിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങിൽ പങ്കെടുക്കും. മാനസിക നില തെറ്റിയിട്ടുള്ള ട്രംപിന് സത്യത്തിൽ സുഖചികിത്സ നൽകുന്ന തരത്തിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും യുദ്ധം ചെയ്താൽ ഇതുപോലെ ട്രംപ് മുന്നോട്ട് പോവുകയാണ്, ഇനിയും യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് ട്രംപ് താല്പര്യപ്പെടുന്നത് എങ്കിൽ ഇറാൻ ട്രംപിനെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട.